ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരു വാക്യം ദൈവസന്നിധിയിൽ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ് നമ്മളിവിടെ വായിച്ചത്. അപ്പോൾ ഇവിടെ പറയുന്ന വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട്, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. എന്താണ് വാഗ്ദത്തങ്ങൾ? ദൈവം പറയുകയാണ്, നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്, നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളോട് എന്തൊരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി, ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത, നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. അപ്പം ദൈവത്തിൻ്റെ ആലയമാണ് നമ്മൾ ഓരോരുത്തരും എന്നാണ് ഇവിടെ പറയുന്നത്. നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും. നമ്മളാരാണ്? ദൈവം വസിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ മക്കളാണ് നമ്മൾ. ദൈവത്തിന് വസിക്കാനുള്ള ആലയമാണ് നമ്മുടെ ശരീരം എന്നാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും. ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് നമ്മൾ. അതാണ് നമുക്ക് ദൈവം തന്നേക്കണ വാഗ്ദത്തം. ദൈവത്തിൻ്റെ സ്വന്തം ജനം. ദൈവം നമ്മുടെ സ്വന്തം ദൈവം, നമ്മുടെ സ്വന്തം ദൈവം. ഒരുപാട് ദൈവങ്ങൾ ഈ ലോകത്തിലുണ്ടെങ്കിലും നമ്മൾക്ക് വിളിക്കപ്പെട്ടേക്കണ പേരാണ് ദൈവജനമെന്ന് ഉള്ള പേര്. അപ്പം നമ്മുടെ ദൈവം നമ്മുടെ അപ്പനായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമെന്നാണ് പറയണം. അവർ എനിക്ക് ജനവുമാകുമെന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിനെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തൊടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. ദൈവം നമ്മുടെ അപ്പനായിരിക്കും എന്നാണ് ഇവിടെ പറയണത്. ദൈവം നമുക്ക് അപ്പനായിരിക്കുമ്പോൾ നമ്മ ദൈവത്തിൻ്റെ ആരാണ്? പുത്രന്മാരും പുത്രിമാരും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് ദൈവം തന്നേക്കണ വാഗ്ദത്തം. മുകളിൽ നമ്മൾ വായിച്ചത് 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ്. പിന്നീട് ഞാൻ വായിച്ചത് 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് വായിച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. വിശുദ്ധിയെ തികച്ച് ജീവിപ്പാനാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. ദൈവം പറയണേ, നമ്മൾ എന്ത് ചെയ്യണം? വിശുദ്ധരായിരിക്കണം. ഒരുപാട് അശുദ്ധിയുള്ളവരൊക്കെ ഉണ്ട്, അശുദ്ധിയിൽ ജീവിക്കുന്നവരുണ്ട്. പക്ഷേ നമ്മളെ ദൈവം വിളിച്ച് മാറ്റി നിർത്തിയേക്കണത് വിശുദ്ധിയിൽ ജീവിക്കാനാണ്. അപ്പം വിശുദ്ധൻ്റെ മക്കളാണ് നമ്മൾ. ആ വിശുദ്ധൻ്റെ മക്കളായ നമ്മൾ വിശുദ്ധിയിൽ വേണം ജീവിക്കാൻ. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ. ആരുടെ നടുവിൽ നിന്ന്? അശുദ്ധരുടെ നടുവിൽ നിന്ന് നമ്മൾ പുറപ്പെട്ട് വേർപെട്ടിരിക്കുകയാണെങ്കിൽ കർത്താവ് എന്ത് ചെയ്യാന്ന് പറയുന്നത്? ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കുമെന്ന്. അപ്പം നമുക്ക് സ്വന്തമായിട്ടൊരു അപ്പനുണ്ടെന്ന്, ദൈവം നമ്മുടെ അപ്പനാണെന്ന് പറയുന്നതിൽ നമ്മൾ ഏറ്റവും അഭിമാനിച്ച് വളരെ സൂക്ഷ്മതയോടും ശ്രദ്ധയോടും കൂടെ നമ്മൾ ദൈവസന്നിധിയിൽ ജീവിക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ അപ്പനാണ്. ദൈവം നമ്മുടെ അപ്പനാവുമ്പോൾ നമ്മ ദൈവത്തിന് സ്വന്തം മക്കളാണ്, പ്രിയ മക്കൾ. കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പം എന്താണ്? നമ്മളിവിടെ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിച്ചാൽ ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെ ആത്മാവിലെ സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. നമ്മുടെ ജഡത്തിലെ ആത്മാവിലെ സകല കന്മഷവും സകലമായ തിന്മകളും നീക്കി നമ്മൾ ജീവിച്ചാൽ ദൈവം എന്ത് ചെയ്യും? നമ്മളെ വിശുദ്ധിയിൽ തികച്ച് ജീവിച്ചാൽ എന്ത് ചെയ്യും? നമുക്ക് ഈ വാഗ്ദത്തങ്ങളെല്ലാം ദൈവം നമുക്ക് തന്നേക്കണം. ദൈവം തന്നേക്കണ വാഗ്ദത്തങ്ങൾ മുറുകെ പിടിച്ച് വേണം നമ്മൾ ഓരോരുത്തരും ജീവിക്കാൻ. അതിനായിട്ട് കർത്താവ് നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.